ഹലോ മക്കേഴ്സ്. സോ ഇനി നമ്മളുടെ മുന്നിലുള്ള 6 ദിവസങ്ങൾ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നമ്മളുടെ സ്വന്തം മാത്സിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. മുന്നുള്ള എക്സാം കുറെ എണ്ണം പോയിണ്ടാവും, എനിക്ക് പറ്റാതെ പോയിണ്ടാവും, ചിലപ്പോൾ ഫ്ലോപ്പ് ആയി പോയിണ്ടാവും അല്ലെ. പക്ഷെ അതൊക്കെ അങ്ങ് വിട്ടേക്ക്, ഇത് നമ്മൾ മാത്സ് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, 8ാം ക്ലാസ്സിൽ ഇനി വെറുതെ തട്ടിമുട്ടി അങ്ങ് ജയിച്ചു പോകാനൊന്നും പറ്റൂല. എന്ത് വേണം? മിനിമം മാർക്ക് വേണം അല്ലെ, എന്നാലേ നമ്മൾ 9ാം ക്ലാസ്സിൽ എത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, അടിപൊളിയായിട്ട് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാണ്. അതിന്റെ മുന്നേ എൻ്റെ മക്കൾക്ക് ഏതാണ് ഏറ്റവും ടഫായിട്ട് തോന്നിയ ചാപ്റ്റർ എന്ന് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ സെറ്റ് ആക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് സെറ്റ് ആക്കും. അതുപോലെ ലൈവിലും നമ്മൾ അതിന്റെ ഷുവർ ക്വസ്റ്റ്യൻസും പറയും. അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂടെ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. സോ ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങൾ, അതിൽ എന്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്? ട്രയാങ്കിൾസിനെ കുറിച്ചിട്ടാണ് അല്ലെ. ട്രയാങ്കിൾസിൽ നമ്മൾ എന്താ പറയുന്നത്, 2 ട്രയാങ്കിൾ എപ്പോഴാണ് ഈക്വൽ ആവുന്നത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. 2 ട്രയാങ്കിൾസ് എപ്പോഴാണ് ഈക്വൽ ആവുന്നതെന്ന് 3 കണ്ടീഷൻസ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് SSS, അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന് പറയാൻ പറ്റും. ഇതൊക്കെ ഇത് 5 ആണ്, ഇവനും 5 ആണ്, ഇവിടെ ഈ ഒരു വശം 6 ആണ്, ഇവൻ 6 ആണ്, ഇവൻ 3 ആണ്, ഇവൻ 3 ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ 3 വശങ്ങൾ ഇതിന്റെ 3 വശങ്ങൾക്ക് തുല്യമാണ്. അപ്പൊ ഇതെന്താടാ? ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ്, തുല്യ ത്രികോണങ്ങളാണ്. ഇനി അടുത്ത രണ്ടാമത്തെ റൂൾ എന്താണ്? SAS റൂൾ. SAS എന്ന് പറഞ്ഞാൽ സൈഡ്, ആംഗിൾ, സൈഡ്. ഇതെന്താടാ സൈഡ്, ആംഗിൾ, സൈഡ് എന്ന് പറയുന്നത്? അതായത് 2 സൈഡ്സും അതിന്റെ ഇടയിലുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സിനും അതിന്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? ഇതും എന്താണ്? ഇതും തുല്യ ത്രികോണാണ് അല്ലെ. അതായത് ഇവിടെ 4 സെന്റിമീറ്റർ ആണ്, ഇത് ഒരു 10 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ ഇടയിലുള്ള കോണ് 60 ഡിഗ്രിയാണ്. അതുപോലെ ഇതിൽ ഏതോ ഒന്നെന്താണ്, ഇത് 4 യെസ്, ഇതെന്താണ്? ഇത് 4 ആണ്, ഇതെന്താണ്? 10 ആണ്, ഇതിന്റെ ഇടയിലുള്ള കോൺ 60 ഡിഗ്രിയാണ്. അപ്പൊ എന്താണ്? ഇവന്മാർ രണ്ടാളും തുല്യ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതുപോലെ തന്നെ മൂന്നാമതൊരു റൂളും കൂടി ഉണ്ട് അല്ലെ. മൂന്നാമത്തെ റൂൾ ആരാണ്? ASA റൂൾ, ആംഗിള്, സൈഡ്, ആംഗിള്. അതായത് ഒരു സൈഡും അതിന്റെ 2 അറ്റത്തുമുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിനും അതിന്റെ 2 അറ്റത്തുമുള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ അവനും എന്താടാ? തുല്യ ത്രികോണാണ്, ഈക്വൽ ട്രയാങ്കിൾ ആണ്. അതായത് ഇതിപ്പോ എന്താണ്? ഒരു 5 സെന്റിമീറ്റർ ആണ്, ഇത് 60 ഡിഗ്രിയാണ്, ഇത് എത്രയാണ്? ഒരു 50 ഡിഗ്രിയാണ്. അതുപോലെ ഇതിൽ ഏതോ ഒരു വശം, ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 60 ഡിഗ്രിയാണ്, ഇത് എത്രയാണ്? ഒരു 50 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഇതെന്താണ്? തുല്യ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി ഈക്വൽ ട്രയാങ്കിൾ ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അതായത് ഇവിടെ ഉള്ളതാ, ഇവിടെ നോക്ക്, ഇവന്റെ ഈ വശവും 6ഉം ഇവിടുത്തെ ഈ 6ഉം തുല്യാണ് അല്ലെ. അതായത് ഇതിന്റെ എതിരെയുള്ള ഈ കോണും ഇതിന്റെ എതിരെയുള്ള ഈ കോണും തുല്യായിരിക്കും. ഇനിയിപ്പോ അടുത്തയിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇവൻ 10 ആണ്, ഇവനും 10 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ എതിരെയുള്ള ഈ കോണും ഇതിന്റെ എതിരെയുള്ള ഈ കോണും തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഓരോ തുല്യവശങ്ങൾക്കും എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതുപോലെ തന്നെ തിരിച്ചുമാണ് കേട്ടോ. തുല്യ ആംഗിൾസിന്, തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യം തന്നെയാണ്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ തുല്യമായ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും തുല്യമാണ്, ഈ ആംഗിളും തുല്യമാണ്. അപ്പൊ ഇതിന്റെ എതിരെയുള്ള ഈ വശവും ഇതിന്റെ എതിരെയുള്ള ഈ വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ 2 കാര്യങ്ങളാണ് മക്കൾ പഠിച്ചു വെക്കേണ്ടത്. എപ്പോഴാണ് ഈക്വൽ ട്രയാങ്കിൾ ആവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. ഇനി ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്, തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമാണ്. സിമ്പിൾ കാര്യല്ലേ? മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ നോക്കിക്കോ, അടുത്ത കാര്യം ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള അടുത്ത കാര്യം ഐസോസ്ലിസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് കേട്ടോ ഫൈനൽ എക്സാം. നിങ്ങൾ മുന്നത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഐസോസ്ലിസ് ട്രയാങ്കിൾ എന്നാണ് ചോദിച്ചത്. ഐസോസ്ലിസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആളാണ്. അതായത് ഇവൻ ഇങ്ങനെ ഒരു
ത്രികോണം വരച്ചു. ഇതിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണാണ്, ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് എന്ന് പറയാൻ പറ്റും. ഈ ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ തുല്യ സൈഡ്സിനെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇതിന്റെ എതിരെയുള്ള കോണ് 50 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ എതിരെയുള്ള കോണും എത്ര തന്നെയാണ്? 50 ഡിഗ്രി തന്നെയാണ്. സിമ്പിൾ കാര്യമില്ലേ? ദെൻ അങ്ങനെയെങ്കിൽ പഠിക്കാനുള്ള നമ്മളുടെ 4ാമത്തെ കാര്യം ഇവനാണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്താന്ന് നമുക്കൊക്കെ അറിയോ? സിമ്പിൾ. സമഭുജ, ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈഡ്സ് ആയത്. അതായത് നോക്ക്, ഒരു ത്രികോണം വരച്ചു, അതിന്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആണ്, 5 5 5 5 ഇങ്ങനെ 3 സൈഡ്സും ഈക്വൽ ആണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് മാത്രമല്ല ഈക്വൽ, അതിന്റെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് എന്താണ്? നമുക്കറിയാം ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ 3 ആംഗിളും തുല്യമാണ്. എൻ്റെ മക്കൾ പറഞ്ഞേ, എന്താണ് ഒരു ആംഗിൾ ഉണ്ടാവുക? 60 60 60 എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ ഉണ്ടാവുക. ഇതുപോലെ ആയിരിക്കും നമ്മളുടെ ആംഗിൾസ് വരിക. സിമ്പിൾ അല്ലേ? ഇനി അവസാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഒരൊറ്റ കാര്യം കൂടാണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ട്രയാങ്കിൾ ഈക്വൽ ആവാന്ന് പഠിച്ചു, ഈക്വൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താന്ന് പഠിച്ചു, ഐസോസ്ലസ് ട്രയാങ്കിളും ദെൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിളും എന്താന്ന് പഠിച്ചു. അതിൽ ഐസോസ്ലസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ലാസ്റ്റ് വൺ ഈസ്, എപ്പോഴാണ് ബൈസെക്ടേഴ്സ് ഓഫ് ലൈൻ ആൻഡ് ആംഗിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബൈസെക്ടേഴ്സ് ഓഫ് ലൈൻ ആൻഡ് ആംഗിൾ, വശത്തിന്റെയും കോണിന്റെയും സമഭാജി എങ്ങനെയാ വരയ്ക്കുക എന്നുള്ളതാണ്. ഇത് പറയുന്നതിന് മുന്നേ ഈ ലാസ്റ്റ് ഈ കാര്യം കൂടെ മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഇതിന്റെ മുന്നേ മിസ് എന്ത് ചെയ്യാം, ഇതിന്റെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യമല്ലേ, അതിൽ എങ്ങനെയാണ് ചോദ്യം ചോദിക്കാന്ന് മിസ് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ചോദ്യം നോക്കുക, ഇൻ ദ ഫിഗർ O is the center of the circle. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന്റെ സെന്റർ ആണ് ആര്? നമ്മളുടെ ഈ O എന്ന് പറയുന്നത്. ഇനി ആംഗിൾ A is equal to 30 ഡിഗ്രി. ഇവിടെ A ഉണ്ട്, ഇവിടെ B ഉണ്ട്. ഇവിടെ ഈ ആംഗിൾ ഇവിടുത്തെ ഈ ആംഗിൾ എന്താണ്? 30 ഡിഗ്രിയാണ്. ഓക്കെ, 30 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് ആംഗിൾ B എത്രയാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്താണ്? ആംഗിൾ B എത്രയാന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. നോക്ക്, ഇവൻ എത്ര എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ മക്കൾക്ക്? എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ നോക്ക്, ഈ ഒരു സൈഡും ഈക്വൽ ആയിരിക്കും. ബിക്കോസ് എന്താണ്? ഇത് രണ്ടും വൃത്തത്തിന്റെ ആരങ്ങളാണ്. റേഡിയസ് അല്ലേ? റേഡിയസ് ആയതുകൊണ്ട് OAയും OBയും ഈക്വൽ ആയിരിക്കും. OAയും OBയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ ത്രികോണം എന്താണെന്ന് പറയാൻ പറ്റും? ഇത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് അല്ലെ, സമപാർശ്വ ത്രികോണാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? സിമ്പിളാണ്. തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇതിനെതിരെയുള്ള ഈ കോണും ഇതിനെതിരെയുള്ള ഈ കോണും തുല്യമായിരിക്കും. ഇത് 30 ആണെങ്കിൽ ഇവനും എത്ര തന്നെയാണ്? 30 ഡിഗ്രി തന്നെയാണ്. സിമ്പിൾ കാര്യം, ഒന്നാമത്തെ ആൻസർ കിട്ടി. അങ്ങനെയെങ്കിൽ AOB ഇവൻ എത്രയാന്നാ ചോദിച്ചത്. ഇവൻ എത്രയായിരിക്കും? ഒരു ത്രികോണത്തിന്റെ രണ്ട് ആംഗിൾസ് അറിയെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കാണാൻ എന്തെങ്കിലും പണി ഉണ്ടോടാ? നമുക്ക് എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയുമില്ല. എന്താണ് നമുക്ക് എങ്ങനെയാ കാണാ? 180 നിന്ന് എന്ത് കുറയ്ക്കണം? ഇവന്മാർ രണ്ടാളെയും കുറയ്ക്കണം. 30 + 30 അല്ലെ, 30 + 30 എത്രയാണ്? 60 കുറയ്ക്കണം. 180 60 പോയാൽ എത്രയാണ് ഉണ്ടാവുക? 120 ആണ് അല്ലെ, 120 ഡിഗ്രിയാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ കാര്യല്ലേ? അങ്ങനെയെങ്കിൽ നോക്കിക്കോടാ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾ ബിലോ ഫൈൻഡ് ദ മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. താഴെ കൊടുത്തിരിക്കുന്ന ത്രികോണങ്ങളിൽ തുല്യമായ വശങ്ങൾ കണക്കാക്കാനാ പറഞ്ഞത്. വശങ്ങൾ തുല്യമായത് കണക്കാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അപ്പം ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിൾസിൽ, തുല്യ ത്രികോണത്തിൽ എന്താണ്? തുല്യ ത്രികോണത്തിൽ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും അല്ലെ. അപ്പൊ ഇവന്മാർ രണ്ടാളും തുല്യ ത്രികോണങ്ങളാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? തുല്യ വശങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഇവിടെ നോക്ക്, ഇവിടെ ഇത് 80 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് 8 സെന്റിമീറ്റർ ആണ്, ഇത് 30 ആണ്, ഇത് 80 ആണ്. ഇനി ഇതെന്താണ്? ഇത് 8 ആണ്, ഇത് 70 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇതൊക്കെ ഇതിലൊരു പ്രത്യേകതയും നമ്മൾ കാണുന്നില്ല അല്ലെ. പക്ഷെ ഇതിൽ നമുക്ക് ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ മൂന്നാമത്തെ സൈഡ് എത്രയാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, മൂന്നാമത്തെ സൈഡ് അല്ല, മൂന്നാമത്തെ ആംഗിൾ അല്ലെ. ഇത് 30ഉം ഇത് 80ഉം ആണ്. ഈ സൈഡ്, ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 30ഉം 80ഉം എന്ന് പറഞ്ഞാൽ 110 ആണ്. 110ലേക്ക് എത്രയും കൂടെ കൂട്ടണം? 180 ആവണമെങ്കിൽ 70ഉം കൂടെ കൂട്ടണം അല്ലെ. അതായത് ഇവൻ എത്രയാണ്? 70 ഡിഗ്രിയാണ് വരിക.
അല്ലെ, 70 ഡിഗ്രിയാണ്. ഇവിടേക്ക് പോവുകയാണെങ്കിലോ ഇത് 70ആണ്, ഇത് 30ആണ്. ഇവൻ എത്രയായിരിക്കും? 70 30 100, 100ലേക്ക് എത്ര കൂട്ടണം? 80 കൂട്ടിയാലേ 180 ആവും. ഇത് 80ആണ് അല്ലെ. ഇനി ഇവിടെ നോക്കിയേ, ഇനി എന്തെങ്കിലും മക്കൾ പ്രത്യേകത കാണുന്നുണ്ടോ? എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? എന്താണ് നമ്മളുടെ പ്രത്യേകത? ഇത് നോക്ക്, ഇത് 8 സെന്റിമീറ്റർ ആണ് അല്ലെ. ഈ ലൈൻ 8 സെന്റിമീറ്റർ ആണ്. ഈ 8 സെന്റിമീറ്റർ ഉള്ള ലൈനിന്റെ ഈ വശത്തുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്, ഈ വശത്തുള്ള ആംഗിൾ 70 ഡിഗ്രിയാണ്. ഇവിടെ നോക്ക്, ഇത് 8 സെന്റിമീറ്റർ ആണ് ഈ ലൈൻ. ഇതിന്റെ ഒരു വശത്ത് 30 ഡിഗ്രിയാണ്, ഒരു വശത്ത് 70 ഡിഗ്രിയാണ്. അതായത് എന്താണ്? ഈ ഒരു രണ്ട് ത്രികോണങ്ങളുടെയും ഒരു സൈഡും അതിന്റെ അറ്റത്തുള്ള രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അതായത് ASA റൂൾ ഉപയോഗിച്ച് ഇവന്മാർ രണ്ടാളും എന്താടാ? ഈക്വൽ ആണ്. ഈക്വലിന് എന്താ പ്രത്യേകത? നമ്മുടെ തുല്യ ആംഗിൾസിനെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. 80-നെതിരെയുള്ള ഈ വശവും ദെൻ ഇവിടെ 80-നെതിരെയുള്ള ഈ വശവും തുല്യമായിരിക്കും. ഇനി അടുത്ത കളർ എടുക്കാം. 30-നെതിരെയുള്ള ഈ വശവും ഇവിടെ 30-നെതിരെയുള്ള ഈ വശവും തുല്യമായിരിക്കും. ഇനി അടുത്ത കളർ എടുക്കാം. ഇവിടെ നമ്മളുടെ 70-നെതിരെയുള്ള ഈ വശവും ഇവിടെ 70-നെതിരെയുള്ള ഈ വശവും തുല്യമായിരിക്കും. ഇതുപോലെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യില്ലേ? ഇല്ലേ? അങ്ങനെയെങ്കിൽ നോക്കിക്കോ, ഈ ഒരു ചാപ്റ്ററിൽ അവസാനമായിട്ട് പഠിക്കാനുള്ള നമ്മളുടെ ആള് ആരാണ്? ബൈസെക്ടേഴ്സ് ആണ് അല്ലെ. വരയ്ക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ വരാറുണ്ട് കേട്ടോ. രണ്ട് ബൈസെക്ടേഴ്സ്, ആരൊക്കെ ബൈസെക്ടേഴ്സ് പറയുന്നുണ്ട്? ലൈനിന്റെ ബൈസെക്ടറും ആംഗിളിന്റെ ബൈസെക്ടറിനെയും കുറിച്ച് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പൊ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യനാ വരിക. പക്ഷെ രണ്ടും മക്കൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആരം 2.25 സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.25. 2.25 റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ സർക്കിൾ വരയ്ക്കാൻ എന്തറിയണം? ആദ്യം റേഡിയസ് എത്രയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ, റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ? ആ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതെങ്ങനെയാ സർക്കിൾ വരയ്ക്കുക? എങ്ങനെയാ വരയ്ക്കുക? നമുക്ക് 2.25 എന്ന് പറയുന്ന ഒരു ലൈന് വരയ്ക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. 2.25 എന്ന് പറയുന്ന ഒരു ലൈന് വരയ്ക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന്റെ ഇരട്ടി എടുത്ത് നോക്ക്. 2.25ന്റെ ഇരട്ടി എത്രയാണ്? 2 × 2.25. അതായത് എന്ത് വരും? 4.5 അല്ലെ. 4.5ന്റെ ലൈന് വരയ്ക്കാൻ സിമ്പിൾ അല്ലേ. അപ്പോൾ മിസ് എന്ത് ചെയ്യുന്നു? വെറുതെ ഒരു റഫായിട്ട് 4.5 എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. ഇത് 4.5 ആണ്. ഇതിന്റെ കറക്റ്റ് പകുതി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഇതിന്റെ ഈ 2.25 എന്ന് പറയുന്ന ലൈൻ കിട്ടും അല്ലെ. ഇതിന്റെ കറക്റ്റ് പകുതി എടുത്താൽ എന്ത് കിട്ടും? ഇതിന്റെ 2.25 എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് പകുതി എടുക്കുക എങ്ങനെയാണ് മിസ് പറയാൻ പോകുന്നത്. അതിനാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ബൈസെക്ടർ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാം, ലംബ സമഭാജി എന്ന് പറയാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എടുത്തോ നിങ്ങളുടെ കയ്യിലുള്ള കോമ്പസ് എടുത്തോ. കോമ്പസിൽ എന്ത് ചെയ്യുക? നിങ്ങൾ പകുതിയിൽ കൂടുതൽ അങ്ങോട്ട് എടുക്കുക. മുകളിലേക്ക് നോക്ക്. മുകളിലേക്ക് ഒരു ആർക്ക് വരച്ചു. അതുപോലെ താഴേക്ക് ആർക്ക് വരയ്ക്കാണ്. താഴേക്കും അതേ അളവിൽ ആർക്ക് വരയ്ക്കാണ്. അപ്പുറത്തെ സൈഡിൽ വെക്കുന്നു. കോമ്പസിന്റെ നീളം മാറ്റരുത് കേട്ടോ. എത്രയാണോ നിങ്ങൾ അവിടെ എടുത്ത് അതുപോലെ ഇവിടേക്കും ആർക്ക് വരയ്ക്കുന്നു. ഇവിടേക്കും എന്ത് ചെയ്യുന്നു? യെസ്, ഇവിടേക്ക് മാർക്ക് വരയ്ക്കുന്നു. ആർക്കുകൾ രണ്ടും കൂട്ടിമുട്ടുന്നതിലൂടെ ഇങ്ങനെ ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്ത്? 2.25 എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ ആയിട്ട് എൻ്റെ മക്കൾ വരയ്ക്കൂലേ? എങ്ങനെയാ വരയ്ക്കുക? നമ്മൾ കോമ്പസ് എടുക്കുന്നു. ആരം ഇത്രയാണ്. ആരം എത്രയാണോ എന്നുള്ളത് നമ്മളുടെ കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ അങ്ങ് വരഞ്ഞില്ലേ? ഓക്കെ, യെസ്, ഇങ്ങനെ അങ്ങ് ഒരു സർക്കിൾ വരച്ചാൽ ഇവനാണ് നമ്മളുടെ 2.25 ആരമുള്ള സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവനാണ് ഈ പകുതിയാക്കാൻ വരച്ച വരല്ലേ, ഇവനാണ് ബൈസെക്ടർ. ഇവൻ്റെ ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് നോക്ക്. നമ്മളുടെ ലൈനിന്റെ ബൈസെക്ടർ വരച്ചു. ഇനി ആംഗിളിന്റെ ബൈസെക്ടർ. നമ്മളോട് 85 ഡിഗ്രിയുള്ള ആംഗിൾ വരച്ചിട്ട് അതിന്റെ ബൈസെക്ടർ വരയ്ക്കാൻ നേരെ അങ്ങ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് 13.5 ഡിഗ്രി ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നേരെ 13.5 എത്രയാന്ന് പ്രൊട്രാക്ടറിൽ നോക്ക്. കഷ്ടപ്പെട്ട് നോക്കിയിട്ടൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക? ഇതിന്റെ ഡബിൾ എടുക്കുക. എന്നിട്ട് അതിനെ പകുതിയാക്കിയാൽ മതി. പകുതിയാക്കൽ എങ്ങനെയാന്ന് മിസ് പറഞ്ഞു തരട്ടെ. നോക്ക് മിസ്, 85 ഡിഗ്രി എന്ന് പറയുന്നത് മിസ് കറക്റ്റ് അല്ല, ഏകദേശം ഒരു ആംഗിൾ എടുത്തു. ഇത് 85 ഡിഗ്രി ആണെന്ന് വെച്ചോ. ഇതിന്റെ ബൈസെക്ടർ വരയ്ക്കൽ സിമ്പിൾ ആണ്. അതായത് ഇതിന്റെ നടുവിലുള്ള ഈ ഒരു പോയിന്റിലെ കോർണറിൽ വെക്കുക. ചെറിയൊരു എന്തെടുക്കുക? നമ്മളുടെ ഒരു ചെറിയൊരു മെഷർ എടുക്കുക. വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർ എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കോർണറിന് ഇവിടേക്കും ഒന്ന് വരയ്ക്കുക, താഴേക്കും ഒന്ന് വരയ്ക്കുക. ഇവർ രണ്ടാളും കൂട്ടിമുട്ടുന്നിടത്തേക്ക് എന്ത് ചെയ്ത് വരയ്ക്കുന്നു? ഇങ്ങനെയൊന്ന് വരയ്ക്കുന്നു.
ഇങ്ങനെയൊന്ന് വരയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഈ ലൈനിലെ, ഇത് രണ്ടും കൂട്ടിമുട്ടുന്നിടത്തൂടെ പോകുന്ന ലൈനിലെ, ഇതാണ് 85ന്റെ പെർപെൻഡിക്കുലർ അല്ല ബൈസെക്ടർ എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യമല്ലേ? അപ്പോൾ ഇത്ര മാത്രമേ എൻ്റെ മക്കൾക്ക് എന്തുള്ളൂ, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും മക്കൾക്ക് എന്ത് പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് A+ ക്വസ്റ്റ്യൻസ് വേണം അല്ലേ? അതുപോലെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് വേണം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് 6-ാം തീയതി വരെയാണ് നമ്മളുടെ എക്സാം 6-നാണുള്ളത്. അതുവരെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സായി ഇതുപോലെ നിങ്ങളുടെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എല്ലാം പഠിപ്പിച്ചു തരും. അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഒരുപാട് A+ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടേ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ രാത്രി ലൈവിലും വരും. അപ്പോൾ ഇന്ന് രാത്രി നമ്മളുടെ ലൈവിൽ പറയും എങ്ങനെയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള 6 ദിവസങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത്. അടിപൊളി ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ സ്റ്റഡി പ്ലാൻ കാണാം, നമ്മളെ കൂടെ അങ്ങ് പഠിച്ചു പോവാം, നമുക്ക് ഉഷാറാക്കാം മാത്സ് എക്സാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ബൈ.